ശരീരഭാരം കൂടുമെന്ന് കരുതി ഭക്ഷണം ഒഴിവാക്കുക. നൽകുന്ന ഭക്ഷണം കളയുകയും പ്രാതൽ പതിവായി ഒഴിവാക്കുകയും ചെയ്യുക. ഭക്ഷണം കഴിക്കാതെയായി അന്നനാളവും ആമാശയവും ചുരുങ്ങുകയും ശരീരം ശോഷിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് എം ശ്രീനന്ദ എന്ന 18 വയസ്സുകാരി മരണത്തിന് കീഴടങ്ങിയത്. വണ്ണം കൂടാതിരിക്കാൻ യൂട്യൂബ് നോക്കി ഡയറ്റ് എടുത്തിരുന്ന ശ്രീനന്ദ മാസങ്ങളായി ഭക്ഷണം വളരെ കുറച്ച് മാത്രമാണ് കഴിച്ചിരുന്നത്. എന്നാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേട്ടുകേൾവിയില്ലാത്ത മരണത്തിൽ യൂട്യൂബ് നോക്കിയുള്ള ഡയറ്റ് പ്ലാൻ മാത്രമല്ല വില്ലനായത്. അപൂർവമായൊരു മാനസിക രോഗത്തിലൂടെ കടന്നു പോവുകയായിരുന്നു യഥാർത്ഥത്തിൽ ശ്രീനന്ദ. അനോറക്സിയ നെർവോസ എന്നാണ് ഈ രോഗാവസ്ഥയുടെ പേര്. നൽകുന്ന ഭക്ഷണം കളയുകയും പ്രാതൽ പതിവായി ഒഴിവാക്കുകയും ചെയ്യുന്ന ശീലമുണ്ടായിരുന്നു ശ്രീനന്ദയ്ക്ക്. ഭക്ഷണം കഴിക്കാതെ ആയതോടെ ഈ 18-കാരിയുടെ അന്നനാളവും ആമാശയവും ചുരുങ്ങുകയും ശരീരം ക്രമേണ ശോഷിക്കുകയും ചെയ്തു. നില വഷളായതോടെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്നതിനിടെയാണ് സമീപ ദിവസം പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയത്. നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇതേ രോഗത്തിന് ചികിത്സ തേടിയിരുന്നുവെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന ഡോക്ടറുടെ നിർദ്ദേശം ശ്രീനന്ദ അവഗണിച്ചുവെന്ന് ബന്ധുക്കളും പറയുന്നു. കുട്ടിക്ക് അമിതവണ്ണം ഉണ്ടായിരുന്നില്ലെന്നും വണ്ണം കൂടിയാൽ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന ചിന്തയാണ് ഉണ്ടായിരുന്നതെന്നും ബന്ധുക്കളും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്നാൽ മരണശേഷം മാത്രമാണ് ഇത്ര ഗുരുതരമായിരുന്ന പ്രശ്നമാണെന്ന് വീട്ടുകാരടക്കം തിരിച്ചറിഞ്ഞത്. ദിവസങ്ങളായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. ഇനി എന്താണ് അനോറക്സിയ നെർവോസ എന്ന രോഗാവസ്ഥയെന്ന് പരിശോധിക്കാം. വണ്ണം വെക്കുമോ എന്ന ആശങ്കയിൽ ഭക്ഷണം ഒഴിവാക്കുന്നതും അതിൻ്റെ പേരിൽ കടുത്ത മാനസിക പിരിമുറുക്കം അനുഭവപ്പെടുന്നതുമായ പ്രത്യേക മാനസികാവസ്ഥയാണ് അനോറക്സിയ നെർവോസ. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ രോഗാവസ്ഥ സാധാരണമായാണ് കാണുന്നത്. പക്ഷേ കേരളത്തിലധികം കണ്ടെത്തിയിരുന്നില്ല എന്നതാണ് വസ്തുത. അതിനാൽ തന്നെ ശ്രീനന്ദയുടെ കാര്യത്തിൽ ഇത്തരമൊരു സാധ്യത പരിഗണിച്ചില്ല എന്നാണ് സൂചന. ഇത് സാരമായി ബാധിച്ചെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ജീവൻ തിരിച്ചുപിടിക്കാൻ കഴിയാത്ത വിധം അവസ്ഥ മോശമായിരുന്നു. കുറച്ചധികം നാളുകളായി ഏറെക്കുറെ വെള്ളമോ അല്ലെങ്കിൽ പാനീയമായ പദാർത്ഥങ്ങളോ ഒക്കെ മാത്രമായിരുന്നു ശ്രീനന്ദയുടെ ശരീരത്തിലേക്ക് എത്തിയത്. വണ്ണം കൂടുതലാണെന്ന ധാരണയിൽ ഭക്ഷണം കാര്യമായി ഒഴിവാക്കിയ ശ്രീനന്ദ യൂട്യൂബിലൂടെ ചില ഡയറ്റ് പ്ലാനുകളും ശീലിച്ചിരുന്നു. ആമാശയവും അന്നനാളവും അടക്കം ചുരുങ്ങിയ അവസ്ഥയിലായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ശ്രീനന്ദയെ പിന്നീട് തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജ് 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ശ്രീനന്ദ. പഠിക്കാനും മിടുക്കിയായിരുന്നു. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു മരണവും രോഗാവസ്ഥയുമെല്ലാം പുതിയ അറിവാണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത്തരം മരണങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പഠന വിഷയമായത് ലോകത്തിലെ ഏറ്റവും മെലിഞ്ഞ പെൺകുട്ടി എന്നറിയപ്പെട്ടിരുന്ന വലേറിയ ലെവിറ്റിന്റെ മരണമാണ്. 1973 റഷ്യയിലാണ് വലേറിയ ജനിക്കുന്നത്. വലേറിയയ്ക്ക് 16 വയസ്സ് പ്രായമുള്ളപ്പോൾ കുടുംബം മൊറോക്കോയിലേക്ക് താമസം മാറി. ആ സമയം വലേറിയയ്ക്ക് 64 കിലോ ശരീരഭാരമുണ്ടായിരുന്നു. കാണാൻ സുന്ദരിയായ ആരോഗ്യമുള്ള ഒരു പെൺകുട്ടി. എന്നാൽ അവൾക്ക് ചുറ്റുമുള്ള പെൺകുട്ടികളുടെയും അന്നത്തെ സമൂഹത്തിൻ്റെയും കാഴ്ചപ്പാടിൽ വലേറിയ അമിതവണ്ണമുള്ളവളായി പരിഹസിക്കപ്പെട്ടു. മെലിഞ്ഞ ഫാഷൻ മോഡലുകളെ മാതൃകയാക്കി ശരീര സൗന്ദര്യത്തിൻ്റെ അളവുകോൽ കുറഞ്ഞ ശരീരഭാരമാണെന്ന മിഥ്യാബോധം അങ്ങനെ വലേറിയയുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചു. നിരന്തരം സുഹൃത്തുക്കളുടെ കളിയാക്കലുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും കീഴടങ്ങിക്കൊണ്ട് അവൾ മെലിയാൻ തീരുമാനിച്ചു. എങ്ങനെയും ശരീരഭാരം പരമാവധി കുറച്ച് തന്നെ കളിയാക്കിയവർക്ക് മുന്നിൽ മെലിഞ്ഞ ശരീരഭാരമുള്ളൊരു മോഡലിനെ പോലെ പ്രത്യക്ഷപ്പെടുക, അതായിരുന്നു വലേറിയയുടെ ലക്ഷ്യം. എന്നാൽ ഇത്തരം ഡയറ്റും ചിട്ടകളും അവരുടെ ശരീരഭാരം നന്നേ കുറച്ചെങ്കിലും ഭക്ഷണം കഴിച്ചാൽ വണ്ണം കൂടുമെന്നും അത് നല്ലതല്ല എന്നുമുള്ള ഒരുതരം ഈറ്റിംഗ് ഡിസോർഡർ അവരെ തീവ്രമായി ബാധിച്ചു. വലേറിയ പതിയെ പതിയെ നമ്മൾ സൂചിപ്പിച്ച അനോറക്സിയ നെർവോസ എന്ന രോഗത്തിന് അടിമപ്പെടുകയായിരുന്നു. വിഷാദ രോഗത്തിന് സമാനമായ ഒരു മാനസിക രോഗാവസ്ഥയാണിത്. തൻ്റെ ശരീരത്തിന് ആവശ്യമുള്ളതിലും വളരെ കുറച്ചു മാത്രം ശരീരഭാരമുള്ള അവസ്ഥയിലും തനിക്ക് അമിതവണ്ണമാണെന്ന് മനസ്സിൽ തോന്നുകയും മനസ്സ് ഭക്ഷണം പൂർണ്ണമായും വേണ്ട എന്ന തീരുമാനമെടുക്കുന്ന ഒരു അവസ്ഥയിലേക്കും എത്തുന്നു എന്നതാണ് ഈ രോഗാവസ്ഥയുടെ ഏറ്റവും ഭീകരമായ ഒരു കാര്യം. ആഹാരം കഴിക്കുമ്പോഴെല്ലാം ഇത്തരക്കാർക്ക് കുറ്റബോധം തോന്നുകയും താനെന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന ചിന്തയും ഇത്തരം രോഗാവസ്ഥയിൽ കടന്നു പോകുന്നവർക്കുണ്ടാകാറുണ്ട്. ശരീരത്തെയും മനസ്സിനെയും ഒരേപോലെ ബാധിക്കുന്ന സോഷ്യൽ ആൻസൈറ്റി തന്നെ പൊണ്ണത്തടിയുള്ള വ്യക്തിയായി കാണിക്കുന്നുവെന്ന ഒരുതരം ചിന്തയ്ക്കുമൊക്കെ ഇവർ അടിമപ്പെടും. ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ താൻ മെലിയണമെന്ന് രോഗി സ്വയം തീരുമാനിക്കും. എന്നാൽ വലേറിയയ്ക്ക് ഈ രോഗാവസ്ഥയുണ്ടാക്കിയ അപകടം ചിന്തിക്കാവുന്നതിലും എത്രയോ അപ്പുറമായിരുന്നു.
24 വയസ്സ് പ്രായത്തിൽ വെറും 38 കിലോ മാത്രമായിരുന്നു അവരുടെ ശരീരഭാരം. എന്നാൽ ഈ സമയങ്ങളിൽ താൻ അതീവ സുന്ദരിയായി എന്നാണ് വലേറിയ സ്വയം വിശ്വസിച്ചത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയിൽ കാര്യമായ തകരാറുണ്ടാകാൻ ആരംഭിച്ചു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കുവാൻ ആരംഭിച്ചെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഒടുവിൽ ശരീരഭാരം കൂട്ടാനോ ക്രമപ്പെടുത്താനോ കഴിയാത്ത അവസ്ഥയിലേക്ക് അവരുടെ ശരീരമെത്തി. തനിക്കൊരു കുഞ്ഞിനെ വേണമെന്നും അത് ചിലപ്പോൾ തൻ്റെ ശരീര പ്രകൃതിയിൽ മാറ്റമുണ്ടാക്കുമെന്നും വലേറിയ വിശ്വസിച്ചു. എന്നാൽ അത്തരമൊരു ബന്ധത്തിന് പങ്കാളിയെ കണ്ടെത്താൻ അവൾക്ക് സാധിച്ചില്ല. മാത്രമല്ല, അപ്പോഴേക്കും അവരുടെ ശരീരം അസ്ഥികളോട് ചേർന്ന അവസ്ഥയിലുമായി. തുടരെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും അവരെ ബാധിച്ചുകൊണ്ടേയിരുന്നു. സമൂഹത്തിന്റെ തെറ്റായ സ്വാധീനങ്ങൾക്ക് താൻ അടിമപ്പെട്ടതാണെന്നും തൻ്റെ ശരീരത്തെ അംഗീകരിക്കാൻ കഴിയാത്തത് മറ്റുള്ളവരുടെ മാത്രം പ്രശ്നമാണെന്നും പതിയെയെങ്കിലും അവൾ തിരിച്ചറിഞ്ഞു. ഇത്തരത്തിലുള്ള ബോഡി ഷേമിങ്ങുകൾ നേരിട്ട് മാനസികമായി തകർന്നിരിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അവബോധം നൽകുവാനും വലേറിയ ലെവിറ്റിൻ തീരുമാനിച്ചു. എന്നാൽ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. ഡിസംബർ 1, 2013 തൻ്റെ 39ാമത് വയസ്സിൽ വെറും 25 കിലോ ശരീരഭാരത്തിൽ അവൾ മരണത്തിന് കീഴടങ്ങി. എന്തായാലും ഇത്തരം മരണങ്ങൾ നമുക്ക്, പ്രത്യേകിച്ചും നമ്മുടെ കൗമാര യൗവന പ്രായങ്ങളിലുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ആരോഗ്യമുള്ള ഭക്ഷണക്രമവും ഡയറ്റും വ്യായാമവും എല്ലാം അത്യാവശ്യമാണെങ്കിലും സ്വന്തം ശരീരത്തെ തന്നെ തകർത്ത് കളയുന്ന ഡയറ്റ് പ്ലാനുകൾ ജീവൻ തന്നെ എടുത്തേക്കാം. പോഷക സമൃദ്ധമായ ആഹാരം കഴിച്ച് ശരീരത്തിന് ആവശ്യമായ ഭാരം നിലനിർത്തേണ്ടത് ആരോഗ്യകരമായ ജീവിതത്തിന് അത്യാവശ്യം തന്നെയാണ്. ആത്യന്തികമായി ശരീര സൗന്ദര്യം എന്നത് ആപേക്ഷികമാണ്. അത് കാണുന്നവരുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ സൗന്ദര്യത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കഴിവുകളിൽ അവനവന് തൃപ്തിപ്പെടാൻ സാധിച്ചാൽ അതിലും വലിയ ആത്മവിശ്വാസം മറ്റൊന്നില്ല. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.